പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അല്ല, എൻ്റെ വ്യക്തിപരമായ ഒരു ബന്ധം ദൈവമായിട്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്വസ്ഥത നൽകുന്ന ദൈവം. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, നമ്മോട് കൂടെയുണ്ടെന്ന് പറയുന്ന ദൈവം. ഹല്ലേലൂയ. ശ്രേഷ്ഠയിടയനായ ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തെ എഴുന്നിട്ടിന്ന് സ്വോത്ര വഴിയെടുക്കും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്വോത്രം. സ്തുതിക്ക നീ പരനെ താൻ താൻ നമ്മൾക്ക് സ്തുതിക്കാം സ്തുതിക്കാമേ നങ്ങരങ്ങ നീനു നീനാവും നന്ദിയോടെ പാടി പുകഴ്ത്താം എന്നങ്ങരങ്ങ നീനു നീനാവും നന്ദിയോടെ പാടി പുകഴ്ത്താം. സുരലോക സുഖം വെടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ. സുരലോകം സുഖം വെടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ. ദേഹമേളം തിരശീല ചിന്തി തവ മോക്ഷമാകെ തുറന്നു. തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാകെ തുറന്നു. സ്തുതിക്ക നീ പരനെ താൻ താൻ മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാമേ നങ്ങരങ്ങ നീനു നീനാവും നന്ദിയോടെ പാടി പുകഴ്ത്താം. നങ്ങരങ്ങ നീനു നീനാവും നന്ദിയോടെ പാടി പുകഴ്ത്താം. പാപരോഗത്താൽ നീ വലഞ്ഞു പാപരോഗത്താൽ നീ വലഞ്ഞു തെലുമാശയില്ല വളഞ്ഞു. പാരം കേറിടുമ്പോ തിരുമേദിയാത് നിന്റെ വ്യാധമെല്ലാം വഹിച്ചു. കേറിടുമ്പോ തിരുമേദിയാത് നിന്റെ വ്യാധമെല്ലാം സ്തുതിക്കതേ പരനെ താൻ താൻ മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാമേ അങ്ങരങ്ങ നീനു നീനാവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നങ്ങരങ്ങ നീനു നീനാവും നന്ദിയോടെ പാടി പുകഴ്ത്താം. പല ശോധനയിൽ വരുമ്പോൾ പാരങ്ങൾ പെരുകിടുമ്പോ പല ശോധനകൾ വരുമ്പോ പാരങ്ങൾ പെരുകിടുമ്പോ നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാതനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാതനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ താൻ താൻ മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാമേ നങ്ങരങ്ങ നീനു നീനാവും നന്ദിയോടെ പാടി പുകഴ്ത്താം. നങ്ങരങ്ങ നീനു നീനാവും നന്ദിയോടെ പാടി പുകഴ്ത്താം. നങ്ങരങ്ങ നീനു നീനാവും നന്ദിയോടെ പാടി പുകഴ്ത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അർപ്പിച്ച സ്തോത്ര ബലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, അർപ്പിച്ച സ്തോത്ര ബലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ മക്കൾ അവർക്ക് ലഭിക്കുന്ന ഭൗതിക നന്മയുടെ ഒരു ഭാഗം സുവിശേഷ പ്രവർത്തനത്തിനായി ദൈവസഭയുടെ സുഗമനമായ നടത്തിപ്പിനായി ചെലവിടുമ്പോൾ എൻ്റെ യേശുവിൻ്റെ കരം വെച്ച്
ഇത് അനുഗ്രഹിച്ച് തരണമേ. ഇതിൻ്റെ അവസാനത്തെ പൈസ വരെയും ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ദൈവം ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആഗ്രഹിച്ച അളവിൽ കൊടുപ്പാൻ കഴിയാത്തവരായി ആരെങ്കിലും ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നുവെങ്കിൽ കർത്താവെ, എൻ്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിന് ഒത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തുന്ന ദൈവമായിരിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ, അവരുടെ ബുദ്ധിമുട്ടിനെയും പ്രയാസത്തെയും ദൈവം മാറ്റണമേ, ഞെരുക്കത്തെ ദൈവം മാറ്റണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ ദാസന്മാർ, വാത്സല്യ സഹോദര സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുകരിക്കുമാറാകട്ടെ. ഒരു നല്ല പ്രഭാതം ദൈവം നമുക്ക് തന്നല്ലോ. ആമേൻ. ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ഈ പ്രഭാതത്തിലുള്ള ആരാധന. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് സന്തോഷമാണ്, ഒരു ഫ്രഷ്നെസ് കിട്ടും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രഭാതത്തിൽ നിങ്ങൾ കടന്നു വന്നല്ലോ, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊരാഴ്ചയിൽ ലഭിക്കുന്ന 2 മീറ്റിംഗാണ്. അതൊട്ടും കൂടുതലല്ല, കുറവാണെന്നേ പറയത്തുള്ളൂ. സ്തോത്രം. ആമേൻ. ഞാൻ നിങ്ങളെ 2 മീറ്റിങ്ങിലും വന്നെങ്കിൽ മാത്രമേ മൂന്നാമതൊരു മീറ്റിംഗ് തുടങ്ങാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അപ്പം നമുക്ക് ബൈബിൾ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം നിങ്ങളെ ഒത്തിരി കുഴപ്പിക്കാതെ മെല്ലെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തരുന്ന അവസരങ്ങളെല്ലാം നമുക്കാർക്ക് സമയമില്ല, പക്ഷെ നമ്മളെല്ലാം സമയം കണ്ടെത്തിയാണ് വരുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. എനിക്ക് ദൈവം കഴിഞ്ഞേ ഉള്ളൂ. വേറൊരു കാര്യം, പാടുക മാത്രമല്ല, വായിക്കുക മാത്രമല്ല, പറയുക മാത്രമല്ല, പ്രാക്ടീസ് ചെയ്യണം. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നലെ ഷൈനിയുടെ ഒരു ബന്ധു, അവർ അമേരിക്കയിൽ നിന്നൊരു ഫാമിലി വന്നു. അവർ പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മറ്റുള്ള പരിപാടിക്കൊന്നും പോകത്തില്ല. നിങ്ങൾക്ക് റെഗുലറായിട്ട് പ്രാർത്ഥിക്കാനോ വചനം വായിക്കാനോ കഴിയുന്നില്ലെങ്കിൽ ഓർത്തോണം, നിങ്ങൾ അഡിക്റ്റഡാ. ഡ്രഗ്സിനെക്കാട്ടും വലിയ അഡിക്റ്റായത്. ഇതൊന്ന് മാറ്റി വെക്കാമോ? സ്തോത്രം. ആരാധനയ്ക്ക് ഇരുന്നാൽ പോലും നമ്മളിവിടെ അല്ല, ഞാൻ വേറെ ചർച്ചിലായിരുന്നു. ആരാധനയ്ക്ക് ഇരുന്ന് അവിടെ കാലൊക്കെ മടക്കി മേളി വെച്ചിട്ട് പ്രൈസ് ദി ലോർഡ്. നമ്മളല്ല, നമ്മളിവിടെ എല്ലാം വളരെ സിസ്റ്റമാണ്. നമ്മൾ കുറച്ച് പേരെ ഉള്ളെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരല്ല. അതോർത്തം ദൈവത്തെ എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് നമ്മളെ ഇവിടെ വരുന്ന പുതിയൊരു വ്യക്തി നമ്മളെ പോലെ പ്രാക്ടീസ് ചെയ്യും. അതാ കർത്താവ്. നിങ്ങളെ കാണുന്നവർ ആരെ കാണണം? പൗലോസ് എന്നാ പറഞ്ഞതെന്നറിയാമോ? ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നമ്മളാണ് പറയുന്നത്. ഞാൻ ക്രിസ്തുവിന്, നിങ്ങൾ കർത്താവിനിലോട്ട് നോക്കിക്കോളാം. വെറുതെ ഞാൻ ക്രിസ്തു അനുകാരി, നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കോണേ. സ്തോത്രം. ഞാൻ ഉൾപ്പെടെ നമ്മൾ അങ്ങനെ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ പൗലോസ് പറഞ്ഞതെന്നറിയാം, ഞാൻ ക്രിസ്തുവിനെ അനുകാരിക്കുന്ന പോലെ. ആ ഒരു കോൺഫിഡൻ്റ് എന്ന് ഭയങ്കരമാണ്. എന്നിട്ടും അവസാന ലാപ്പിലെത്തിയ തൻ്റെ ജീവിതത്തിന് അവസാനം എത്തിയപ്പോൾ താൻ പറഞ്ഞത് ഞാൻ പിടിച്ചു എന്ന് ആരാ പറയുന്നേ? കർത്താവിനെ നോക്കുന്നവർ എന്നെ നോക്കിക്കോളം പറഞ്ഞ വ്യക്തി പറയാ. അപ്പോൾ ആ വ്യക്തി ക്രിസ്തുവിൽ വളരാൻ ആഗ്രഹിക്കുന്നത് ഏത് വിധേനമാണ്? കണ്ടോ? നിങ്ങൾ വളരെ ആഗ്രഹിക്കുന്നവരാണോ? ഫിലിപ്പി ലേഖനത്തിലേക്ക് വന്നാട്ട്. സ്തോത്രം. ബുക്ക് ഓഫ് ഫിലിപ്പീൻസ് ചാപ്റ്റർ 1 വേഴ്സ് 9 to 11.
അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വേദഭാഗം. മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസിന് സഭ സ്ഥാപിക്കുക മാത്രമല്ല കേട്ടോ, സഭ സ്ഥാപിക്കുക മാത്രമല്ല, തന്നാൽ സ്ഥാപിക്കപ്പെട്ട, തന്നാൽ പൗലോസിന്റെ ഭാഷയിൽ വന്നാൽ തന്നാൽ ജനിപ്പിക്കപ്പെട്ട, അത് ഒനോസിമോസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറയുന്നു, ഞാൻ ക്രിസ്തുവിൽ ജനിപ്പിച്ചു. ഉണ്ടോ? ഒരാളെ നമ്മൾ നമ്മൾ ഇത്രയും നാളായി ഞങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ, എനിക്കറിയത്തില്ല, എനിക്കെല്ലാവരും അറിയില്ല, നമ്മൾ ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞ ആ വ്യക്തിയെ ചർച്ച കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇവിടെ അല്ല, നേരത്തെ ആയിരുന്നു ഇവിടെ. ഉണ്ടോ? ഒരു വ്യക്തിയെ വേറെ ഏതെങ്കിലും സഭയിലുള്ളവരെ പിടിച്ചുകൊണ്ട് വന്ന കാര്യമല്ല പറയുന്നത്, വല്ലവരെ ആടിനെ മൂട്ടിച്ചുകൊണ്ട് വരുന്ന കാര്യമല്ല ഒന്നുമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് എന്നാണെന്നറിയാം? ഉണ്ടോ? എന്നോട് പറയണ്ട, ഹൃദയത്തിൽ പറഞ്ഞാൽ മതി. ആത്മാവ് തന്നെ ആത്മാവോട് സാക്ഷ്യം പറയുന്ന പോലെ അകത്തൊന്ന് സാക്ഷ്യം നോക്കി. ഉണ്ടോ? ദൈവമക്കളെ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരുത്തനെങ്കിലും ശേഷം പറഞ്ഞതെന്ന് പറയാൻ ഒരു വ്യക്തി അവിടെ ഇല്ലായെങ്കിലുണ്ടല്ലോ, അനേക വിശുദ്ധന്മാരും വിശുദ്ധമതികളും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മേളി വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് അവർ കൊണ്ടുവന്നവരുമായിട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് ആരുമില്ല, ആടുമില്ല, കൂടെയില്ല, ഒന്നുമില്ല, അവിടെ നിൽക്കും. ആ ഒരവസ്ഥ ചിന്തിച്ചു ചോദിക്കേ. സൂത്രം. ഞാനൊരു ദിവസം ഞങ്ങളുടെ വൈപ്പിയുടെ മീറ്റിംഗ് നാട്ടിൽ എന്ന സന്ദർഭത്തിൽ എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടി, എനിക്ക് കിട്ടി. ഞാൻ നാണം കെട്ടവനായിട്ട് അവിടെ ഇരുന്നു. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ ചോദിക്കേ? ഇല്ല, എല്ലാവരും ഗിഫ്റ്റ് മേടിക്കുന്നു, നമുക്ക് പ്രൈസ് കിട്ടും. മേടിച്ച് ചെല്ലുമ്പോൾ 5 കിരീടങ്ങളുണ്ട്. സൂത്രം. തേജസ്സിന്റെ വാടാത്ത കിരീടം, നിത്യകിരീടം, പ്രശംസാ കിരീടം. അയ്യോ, കർത്താവിന്റെ വേലയിൽ നിന്ന് ആത്മാക്കളെ നേടുന്നവർക്ക് എന്തുണ്ട്? തേജസ്സിന്റെ വാടാത്ത കിരീടം, ജീവന്റെ കിരീടം. പേര് സ്വർഗത്തിലുണ്ട്. എന്നെ ഉണ്ട്. When you accept Jesus Christ as a personal savior, your name will be in the book of life. ഉണ്ടോ? പേരുണ്ടോ? പഴയ നിയമത്തിൽ തന്നെ പറയുന്നത് പേര് വെട്ടിക്കളയില്ലെന്ന് പറഞ്ഞാൽ ഭക്തൻ കിടന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പേര് വെട്ടും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും. അപ്പോൾ പേരെഴുതാനുള്ള ഒറ്റ മാർഗം, ആരെ കൊണ്ട് എഴുതിക്കാൻ പറ്റത്തില്ല, ആർക്കും എഴുതാൻ പറ്റത്തില്ല, നമ്മൾ യേശുക്രിസ്തുവിനെ അംഗീകരിക്കണം. അമ്മ നോക്കണം, ഞാൻ പറഞ്ഞത് സബ്ജക്റ്റിൽ നിന്ന് വിട്ട് മാറുകയില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരാളോട് സുവിശേഷം, ഒരാളോടല്ല, ഒരാളോടെങ്കിലും കുറഞ്ഞ പക്ഷം ഈ ഡിസംബർ 33 ഒരാളേലും സുവിശേഷം പറഞ്ഞ് ഞാൻ ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ഇവിടെ അടുത്ത ചേറിടേണ്ടി വരും. അപ്പം നിങ്ങൾ വേണമെങ്കിൽ പറയാം, പാസ്റ്ററെ കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞങ്ങൾ ചേർന്ന് ഇടിക്കത്തില്ല എന്ന് തീരുമാനം എടുക്കണ്ട. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരാളോടെങ്കിലും സുവിശേഷം പറയണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ഈ പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞിട്ട് പലരുടെയും മുമ്പിൽ നമ്മൾ ചൂളി നിൽക്കേണ്ട അവസ്ഥയാണ്. കാരണം എന്തുവാ? നമ്മുടെ ക്വാളിറ്റിയൊക്കെ പോയി. സ്തോത്രം. ആമേൻ. പൗലോസ് ഇവിടെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥന? ഒന്നുകൂടെ വായിച്ചേ പെട്ടെന്ന്. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണമെന്നും. പ്രൈസ് ദി ലോർഡ്. ഈ ഫിലിപ്പിയ സഭയെ കുറിച്ച് പഠിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര. ഞാനിത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു, പല ദിവസങ്ങളിൽ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ചിന്തിച്ചു. ഒരു വലിയ സുവിശേഷീകരണത്തിന്റെ ദൗത്യമുള്ള സഭയാണ്. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു proclamations of gospel. ഉണ്ടോ? സുവിശേഷത്തിന്റെ ഘോഷണത്തിൽ പങ്കാളിത്തമുണ്ടെന്ന്. ഉണ്ടോ? നിങ്ങൾക്ക് നമുക്ക് ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? സുവിശേഷ ഘോഷണത്തിൽ നമുക്ക് എന്തുകൊണ്ടോ? നമ്മൾ വരിക, നമ്മൾ ആരാ? അല്ലല്ല. ഈ സഭ സുവിശേഷ ഘോഷണത്തിൽ പങ്കുവഹിക്കണം. ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തേത് അതിന്റെ 1-ാം അധ്യായത്തിൽ 6-7 വായിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഓർക്കും, എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്തത് കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെ ഒക്കെയും എന്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലും. സുവിശേഷത്തിന്റെ ഡിഫൻസ് ഓഫ് ഗോസ്പൽ. സുവിശേഷത്തിന്റെ പ്രതിവാദം.
സ്തോത്രം. അതിന്റെ മൂന്നാമതൊരു വാക്യം കൂടെ വായിക്കാമല്ലോ. സ്തോത്രം. 1:7 വായിച്ചേ. കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെ ഒക്കെയും എന്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും സുവിശേഷത്തിന്റെ പ്രതിവാദം മാത്രമല്ല, സ്ഥിരീകരണം, കൺഫർമേഷൻ ഓഫ് ഗോസ്പൽ. കേട്ടോ, സ്ഥിരീകരണം, കൺഫർമേഷൻ ഓഫ് ഗോസ്പൽ. അതിന്റെ 4ാമത്തെ വാക്യം നോക്കിയേ, 1:12. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന്. ആമേൻ. സ്തോത്രം. എന്തിന് കാരണമായി തീർന്നു? സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക്. ആമേൻ. ആമേൻ. സ്തോത്രം. സുവിശേഷീകരണത്തിന്, നമ്മുടെ ജീവിതം സുവിശേഷീകരണത്തിന് ചുണ്ടുപലകയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്ത അതിന്റെ 1:27 വായിച്ചേ. 1:27. ഒക്കെ എല്ലാവരും ബുക്ക് എടുത്തേ. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോവാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി, സുവിശേഷത്തിന്റെ faith of gospel, കണ്ടോ, സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായിട്ട് എങ്ങനെ നിൽക്കണം? പോരാട്ടം കഴിക്കണം. കണ്ടോ, പോരാടി നിൽക്കണമെന്ന്. ആമേൻ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഒരു വിശുദ്ധ ജീവിതം ആഗ്രഹിക്കുന്നവരായിരിക്കണം. അടുത്തത് അതിന്റെ ഒരു ഭാഗം കൂടെ അടുത്ത് ശ്രദ്ധിച്ചു നോക്കിയേ. അതിന്റെ 1:27 അടുത്ത് വായിച്ചേ. സുവിശേഷത്തിന്റെ യോഗ്യത അല്ലേ? സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം. കണ്ടോ, നോക്കണം സുവിശേഷം. എന്തുവാ സുവിശേഷം? വാട്ട് ഈസ് മീൻ ബൈ ഗോസ്പൽ? ഗുഡ് ന്യൂസ്. വാട്ട് ഈസ് ഗുഡ് ന്യൂസ്? ജീസസ് ക്രൈസ്റ്റ് ഈസ് born for us, for our sin. He left all the glory from the heaven, came down to earth, ministered, suffered, died on the cross for our remission of sin. Amen. Praise the Lord. അത് വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പിതാവിനോടുള്ള മഹിമയിൽ ഇരുന്നവൻ ആ സമത്വം വിട്ടിട്ട് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി അവതരിച്ച് കന്യക മറിയാമി ജഡമെടുത്ത് 30-ാമത്തെ വയസ്സിൽ പിതാവിന്റെ ഹിതം എന്നോണം യോർദാന്റെ കലങ്ങിയ വെള്ളത്തിൽ സ്നാനമേറ്റ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് 33 തിരുവയസ്സിൽ അത് പിതാവിന്റെ ഹിതം എന്നോണം മാനവജാതിയുടെ പാപത്തിന്റെ രക്ഷയ്ക്കായി 3 ആണികളിൽ മേൽ തറക്കപ്പെട്ടവനായി അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന യേശുക്രിസ്തു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ച ഭാഗം സമയമില്ല. സ്തോത്രം. അതിന്റെ ഞാൻ അടുത്തൊരു ഇതിലേക്ക് പോകുമ്പോൾ അവിടെ തന്നെ പിന്നെയും പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന 1:5 വായിച്ചേ. 1-ാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം. കേട്ടോ, സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം. ആമേൻ. സ്തോത്രം. വ്യാഴാഴ്ചത്തെ ഫെലോഷിപ്പാ. ഉപവാസ പ്രാർത്ഥന വരുന്നുണ്ട്, അത് ഫെലോഷിപ്പാ. ലേഡീസ് മീറ്റിംഗ് മുടങ്ങിക്കിടക്കുക, അതിന് തുടങ്ങണം, അത് ഫെലോഷിപ്പിന് കാരണമായി തീരും. യൂത്ത് മീറ്റിംഗ് ഫെലോഷിപ്പാ. ഇന്റർസെസറി പ്രയർ എല്ലാം ഫെലോഷിപ്പാ, കൂട്ടായ്മ. പണ്ടൊരാള് ചില വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി ഇവിടെ ഉണ്ട്, കല്യാണം കഴിച്ച് ഇവിടെ ഉണ്ട്, ഒരു ദേവദാസിന്റെ മോളെയൊക്കെ വിവാഹം കഴിച്ചേ.
നിന്നില്ലെങ്കിൽ പിശാച് നിന്നെ ഒതുക്കിക്കളയും. സ്തോത്രം. മറ്റുള്ള ജാതികളുമായിട്ടുള്ള ബന്ധം, നിന്റെ കൊളീഗ്സുമായിട്ടുള്ള ബന്ധം നല്ലതാ, പക്ഷേ കൊളീഗ്സ് നിന്നെ തിന്നരുത്. Praise the Lord. മദ്യപാനത്തിനും വെറുക്കൂത്തിനും വീട്ടിൽ മദ്യം കൊണ്ടുവന്ന് കുടിക്കുന്നതിനും പാർട്ടിക്ക് പോകുന്നതും അത് കുടിച്ചില്ലെങ്കിലും അത് കണ്ട് രസിക്കുന്നതും ഇതൊക്കെ തെറ്റാ. Praise the Lord. Fellowship, ദൈവമായിട്ടുള്ള ബന്ധം, ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മയുടെ ബന്ധം, അത് നമ്മളെ ആത്മീയമായിട്ട് വളരുവാനിടയാകും. മറ്റുള്ളവരുടെ നോ എന്ന് പറയുവാനുള്ള തൻ്റെടം വേണം. Praise the Lord. നമ്മുടെ ഭാര്യയോ ഭർത്താവോ അവിചാരിതമായിട്ട് അങ്ങനെ പറഞ്ഞാൽ തന്നെ പറയണം നോ, അത് നമ്മുടെ വഴിയല്ല, നമുക്ക് ദിവസത്തിൽ പോകണം, ഇന്ന് ആരാധനയ്ക്ക് പോകേണ്ട ദിവസമാണ്, നോ എന്ന് പറയണം. സ്വന്തം അപ്പൻ വിളിച്ചാൽ പോലും പറയണം ഞാൻ നിങ്ങളെ പരിപാടിക്ക് വരത്തില്ല എന്ന്. അതാണ് ദൈവത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. Praise the Lord. Hallelujah. അതിന്റെ 2-ാമത്തെ 1 വായിച്ച് ഇവരുടെ ഈ കൂട്ടായ്മയൊക്കെ കാണും. രണ്ടാമത്തെ കൂട്ടായ്മ എന്തോ ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, ആത്മാവിലുള്ള കൂട്ടായ്മ എന്നല്ലേ ഇവിടെ കാണുന്നേ. ഫെലോഷിപ്പ് ഇൻ ഹോളി സ്പിരിറ്റ്, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും കേട്ടോ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ. അടുത്തത് 3-ാമത്തെ 11 വാക്യം നോക്കി. സ്തോത്രം. അവന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും. ഈ പൗലോസ് പ്രാർത്ഥിക്കുന്നു, അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും. വിശുദ്ധ മന്ദിരത്തിൽ അല്ലേ? പെട്ടെന്ന് 2 ചിന്ത പറഞ്ഞ് നമുക്ക്. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം, എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ. അതിന്റെ മനോഹാരിത ദൈവമക്കളെ, ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ കാൽവരി ക്രൂശിലെ സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങൾ ഏറ്റവും ബ്യൂട്ടി ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നത് എന്തുവാ? ബ്യൂട്ടി ആയിട്ട് ഒരുങ്ങി നടക്കുക, അല്ലെങ്കിൽ മറ്റേ മോഡേൺ രീതിയിൽ നടക്കുക, അല്ലെ മറ്റുള്ളവരെ കണ്ടിട്ട് നമ്മളിങ്ങനെ കൊള്ളാമല്ലോ എനിക്കാകാൻ പറ്റുന്നില്ല, അവർ പിന്നെ കുറച്ച് സമയത്തേക്ക് പോയി ഇതൊക്കെ കാണിക്കുന്ന കോലങ്ങളൊക്കെ നമ്മളും കണ്ടിട്ട് അയ്യോ നീരസപ്പെട്ട് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചല്ലോ ദൈവം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതാണോ? ആണോ? ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള സേട്ടന്മാർ തന്നെ. Praise the Lord. Hallelujah. അവരുടെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ കേട്ടോ. Praise the Lord. ആമേൻ. അടുത്തൊരു കൂട്ടായ്മ ഉണ്ടെന്ന് അറിയാമോ? 4-ാമത്തെ 15-ാം വാക്യം, 4:15. എടുത്ത് എല്ലാവരും ബൈബിളൊക്കെ ഒന്ന് എടുത്ത്. എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. നന്നായി. കഷ്ടതയിൽ കൂട്ടായ്മ കാണിച്ചത് നന്നായി. അതിന് അടുത്ത കാര്യങ്ങൾ കേട്ടോണം. ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കദോനിയയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങൾ അറിയുന്നു. ഫെലോഷിപ്പ് ഇൻ ദി ഗിവിംഗ്. എന്തിനു വേണം? വരവ് ചെലവ്. നമ്മുടെ പല പ്രിയപ്പെട്ട അവർക്കെല്ലാം റെസിപ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ, കൊടുക്കുന്നുണ്ട്. മുടങ്ങാതെ എല്ലാ മാസവും ദൈവം തരുന്ന ഒരുപാട് ചെറിയൊരു ഭാഗം ദൈവനാമത്തിന് വേണ്ടി അക്കൗണ്ടിൽ തരുന്ന പ്രിയപ്പെട്ടവരായിരിക്കുന്നതല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വരികയാണ്, ഗസ്റ്റ് സ്പീക്കർ ഉണ്ട്, ടിക്കറ്റ് ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തു. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് മാത്രമല്ല, കൂട്ടായ്മ എല്ലാം സുവിശേഷ ഘോഷണത്തിലുള്ള കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഉള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇതിലെല്ലാം നമുക്ക് നന്മ തരും. ആമേൻ. വായിച്ച വേദഭാഗത്തിലേക്ക് മടങ്ങി വരുമ്പോൾ പൗലോസ് ആ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം. അവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവിടെ പറയുന്നു, പറയുന്നു നിങ്ങളിൽ എന്ത് വർദ്ധിച്ചു വരണം? സ്നേഹം. ലവ് മസ്റ്റ് ഇൻക്രീസ്. എന്ത് ചെയ്യണം? സ്നേഹം മേൽക്കുമേൽ വർദ്ധിക്കണം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. സ്നേഹം എന്ത് ചെയ്യണം? മേൽക്കുമേൽ. ലവ് മസ്റ്റ് ഇൻക്രീസ്. ഞാൻ ചോദിച്ചോട്ടെ, ഫിലദൽഫിയ സഭയോട്
എഫെസോ സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ പറയുന്നതെന്ന് അറിയാമോ? നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞു പോയി. ഈ രക്ഷിക്കപ്പെട്ട് ആ നാളിലുള്ള സ്നേഹം നമുക്കിപ്പോഴും ഉണ്ടോ? അന്ന് എന്തായിരുന്നു? അന്ന് നമ്മുടെ ഒറ്റ ആരാധന മുടക്കത്തില്ല, എല്ലാവരും ഭയങ്കര ഉഷിരാ പോവാൻ. പിന്നെ പ്രത്യേകം ഡ്രസ്സ്, പിന്നെ നമ്മൾ ഒന്നുമല്ല ബൈബിൾ ഇങ്ങനെ പഠിക്കുന്നത്. ഇന്ന് ബൈബിൾ കൊണ്ടിരുത്തു പോലും ഇല്ല. സ്തോത്രം അല്ലേ? അന്ന് സാക്ഷ്യം, പ്രബോധനം, ആരെ കണ്ടാലും രക്ഷിക്കപ്പെടണം കേട്ടോ, തന്നെത്താനെ വെളിപ്പെടുത്തുക. സ്തോത്രം. ഇന്ന് നമ്മൾ എന്ത് ചെയ്യൂ? ആരും എന്നെ രക്ഷിക്കപ്പെട്ടാന്ന് അറിയല്ലേ എന്ന് പറഞ്ഞാ പോകുന്നത്. സഭ സ്ഥാപിച്ച 30 വർഷം കഴിഞ്ഞ എഫെസോ സഭയോട് പറയുകയാണ്, 30 വർഷമല്ലേ ആയുള്ളൂ, ആദ്യ സ്നേഹത്തിൽ നിന്ന് പോയല്ലോ. ഉണ്ടോ? ആദ്യ സ്നേഹം ഉണ്ടോ? ആമേൻ. ലവ് മസ്റ്റ് ഇൻക്രീസ്. നിങ്ങളുടെ സ്നേഹം എന്ത് ചെയ്യണം? മേൽക്കുമേൽ എന്ത് ചെയ്യണം? വർദ്ധിച്ചു വരണം കേട്ടോ. ദൈവമക്കളെ, സ്നേഹം എവിടെയെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ? ആമേൻ. സ്തോത്രം. ഇവിടെ ആരുമില്ല. പ്രൈസലോ. അങ്ങനെയുള്ളവരുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം, നമുക്ക് പലരുടെ അറിയാം. ഇവിടെ ആരുമില്ല. ഇവിടെ 100% ഞങ്ങൾ കാര്യമില്ല. സ്തോത്രം. ആമേൻ. നമ്മുടെ സഭയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. സ്തോത്രം. പിശാചിങ്ങനെ ചായച്ചു തരും പല കാര്യങ്ങളും. ഏതോ തോട്ടത്തിൽ വന്ന പാമ്പ് ഇപ്പോഴും ഉണ്ട് കൗശലക്കാരൻ, ഇങ്ങനെ പല കാര്യങ്ങളും ചായച്ചു തരും. സ്തോത്രം. പ്രൈസലോ. ഫേസ്ബുക്ക് അങ്ങ് എടുക്കുമ്പോഴായിരിക്കും വന്നിരിക്കുന്നു നോട്ടിഫിക്കേഷൻ. അതാരാ നോക്കിയപ്പോൾ പുതിയൊരു ഫ്രണ്ട് റിക്വസ്റ്റ്. കൊള്ളാമല്ലോ, ന്യൂ ഫ്രണ്ട്, ഐ ഹാവ് എ ന്യൂ ഫ്രണ്ട്. പിന്നെന്ത് ചെയ്യും? അങ്ങോട്ട് ഹായ്, ഒറ്റ പോക്കാ, പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. പിന്നെ എപ്പോഴും എന്നാന്നറിയാം, ഒരു പോക്കാ ഈ ഫോൺ കൊടുത്തോണ്ട്. സ്തോത്രം. ഈ പരിപാടി നിർത്തിക്കോണം ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഇവിടെ ആരും ഇല്ലെന്നുള്ളത് എനിക്കറിയാം, എന്നാലും ഞാൻ ഞങ്ങൾ പറയുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്ക് ഒറ്റ ഫ്രണ്ടേ ഉള്ളൂ. ആരാന്നറിയോ? വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. അല്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആ ദൈവത്തെ ഫ്രണ്ട് ആക്കിയോ നമ്മുടെ ജീവിതം അനുഗ്രഹമാണ്. അവൻ ചതിക്കുന്നവനല്ല, നമ്മളെ ഇട്ടേച്ച് പോകുന്നവനുമല്ല, കാര്യം സാധിപ്പിച്ച ശേഷം ഉപേക്ഷിക്കുന്നവനുമല്ല, എന്നേക്ക് കൂടിയിരിക്കുന്ന ഒരു ഫ്രണ്ട്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ പറയുന്നത് എന്താണെന്നറിയാമോ? ഭേദങ്ങൾ എന്ത് ചെയ്യണം? വിവേചിക്കുമാറാകണം. അവിടെ പറഞ്ഞത് so that you may approve the things that are excellent. ഭേദങ്ങൾ എന്ത് ചെയ്യണം? വിവേചിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതാ. പുതു നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നു. അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിക്കുക. ഭേദങ്ങളെ വിവേചിക്കണം. എബ്രായ ലേഖനം 12-24. ഭേദങ്ങളെ വിവേചിച്ച് സകലതും നല്ലതെന്ന് ശോധന ചെയ്ത് മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. വിവേചിക്കണം. ദൈവമക്കൾ ശ്രദ്ധിച്ചേ, ദൈവമക്കൾ വിവേചിക്കണം. അനേക മേഖലകൾ. ഒന്ന്, കാലത്തെ വിവേചിക്കണം. രണ്ട്, ആത്മാക്കളെ വിവേചിക്കണം. രണ്ട്, കാലഘട്ടങ്ങളെ വിവേചിക്കണം. ഇങ്ങനെ പല കാര്യം വിവേചിക്കണം. എല്ലാ കാര്യത്തിലും കയറി ആമേൻ പറയുമോ, വെൽക്കം ചെയ്യുകയോ ചെയ്യും. എന്ത് ചെയ്യണം? വചനപ്രകാരം എല്ലാത്തിനും വിവേചിക്കണം. ശോധന ചെയ്ത് നല്ലത് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചിലതൊക്കെ നമുക്കങ്ങ് തോന്നും, സങ്കടമൊക്കെ തോന്നും, പക്ഷെ എല്ലാം കയറി മുറുകെ പിടിക്കരുത്. സ്തോത്രം. ശോധന ചെയ്ത് നല്ലത് എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. രൂത്തിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. 5 മിനിറ്റ് കൊണ്ട് എടുത്തോട്ടെ. രൂത്തില്ലേ പുസ്തകത്തില്? നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. രൂത്ത് തെരഞ്ഞെടുത്തു. ദൈവത്തെ തെരഞ്ഞെടുത്തു. ആണോ? രൂത്തിന്റെ ഭാഗ്യം
ഞാൻ മോവാബിയ സ്ത്രീ ആണെങ്കിലും എൻ്റെ തലമുറകളെ 10ാം തലമുറ ദൈവസന്നിധി വരുവാൻ കഴിയത്തില്ലെങ്കിലും ഞാൻ എടുത്തൊരു ഡിസിഷനാണ് എന്നെ ദൈവസന്നിധി കൊണ്ടുപോകാൻ ഇടയായത്. ആമേൻ. സ്വത്രം. നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാൻ മരിച്ചടക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. മരണത്താൽ അല്ലാതെ നമ്മളെ രണ്ടുപേരെ വേർതിരിപ്പാൻ കഴിയത്തില്ല എന്ന് അമ്മായിയമ്മയോട് പറയുന്ന ഒരു രൂത്ത്. എന്നാൽ വേറൊരു മരുമകളുണ്ടായിരുന്നു. ഭർത്താവ് മരിക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു, അമ്മായിയമ്മയ്ക്ക് ഉമ്മ കൊടുത്തു പോകാൻ. നമ്മൾ നോക്കിയിട്ട് പറഞ്ഞേനെ, രൂത്ത് ഉമ്മ കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടില്ലല്ലോ. അമ്മായിയമ്മ ഓർപ്പ എന്ത് ചെയ്തു? കൊള്ളാം, എന്തൊരു സ്നേഹം. അവൾ പറഞ്ഞ് ഇപ്പോഴാണ് നമ്മൾ പറയുന്നത്, പിന്നെ മറിച്ചാൽ എത്ര നിൽക്കുന്നു, അവരുടെ കാര്യം നോക്കണ്ടേ. സ്തോത്രം. ഞാനൊരു കാര്യം പറയാം. മോവാബ്യർക്കും ഏത് ജാതിയിൽപ്പെട്ടവർക്കും ദൈവസന്നിധിയിൽ വരാം. പക്ഷെ നിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ അവിടെ ഇട്ടേക്കണം. രൂത്ത് വന്നത് മോവാബ്യ സംസ്കാരവുമായിട്ടല്ല. രൂത്ത് വന്നത് നിന്റെ ദൈവം നീ ആരാധിക്കുന്നിടത്താണ് എനിക്ക് ആരാധിക്കുന്നത്. നിന്റെ അതേ പാറ്റേണിലാണ് എനിക്കും വേണ്ടത്. നിന്റെ അതേ സംസ്കാരമാണ് എനിക്കും വേണ്ടത്. അവസാനം പറയും, നീതിയുടെ ഫലം എന്ത് ചെയ്യണം? പ്രാർത്ഥന രാശി പ്രാർത്ഥിക്കുന്ന എങ്ങനെ പൗലോസ്? നീതിയുടെ ഫലം എന്ത് ചെയ്യണം? നിറഞ്ഞു വരണം. ഒരു കാര്യം മാത്രം പറഞ്ഞു നിർത്താം. സ്തോത്രം. ഒരു ആത്മീക വർധനവ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ? റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 14:19 കൂടെ വായിച്ചാട്ട്. സ്തോത്രം. ആമേൻ. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മിക വർധനയ്ക്കുമുള്ളതിന് ശ്രമിച്ചു കൊള്ളുക. എന്ത് ചെയ്യണം? By the effort of the child of God, നിങ്ങൾ സ്വയമായിട്ട് പരിശ്രമിക്കണം. ഒരു ആത്മീക വർധന വേണമെങ്കിൽ കേട്ടോ. ആത്മീക വർധന വേണമെങ്കിൽ ബൈബിൾ വായിക്കണം. ആത്മീക വർധന വേണമെങ്കിൽ പ്രാർത്ഥിക്കണം, ഉപവാസം എടുക്കണം, റെഗുലറായിട്ട് കൂട്ടായ്മയുടെ ബന്ധത്തിൽ പോകണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാണുന്നു 1 കൊരിന്ത്യർ 8:1, റോമാലേഖനം 14:15 കാണുന്നു. ആമേൻ. സ്നേഹമോ ആത്മീക വർധനവ് വരുത്തുന്നു. ആമേൻ. ലവ് brings spiritual growth. ആമേൻ. ഒരു സ്പിരിച്വൽ ഗ്രോത്ത് വേണമെങ്കിൽ നീ കർത്താവിനെ സ്നേഹിക്കണം. സ്നേഹത്തിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ 2 മുതൽ പദഭാഗം വായിക്കുമ്പോൾ കാണുന്നു, അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുന്നു. വാക്യം എല്ലാവർക്കും അറിയല്ലോ. One who speaks tongue edifies himself. തനിക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുന്നു. അവിടെ തന്നെ കാണുന്നു, when you assemble has revelation. അവിടെ കാണുന്നു റെവലേഷൻ, വെളിപ്പാടുകൾ ഉണ്ടാകുന്ന ആത്മീക വർധന ഉണ്ടാവും അല്ലേ? പ്രൈസ് ദി ലോർഡ്. അടുത്തത് പറയുന്നു ഇന്റർപ്രിട്ടേഷൻ, വ്യാഖ്യാന നിമിത്തം എന്തുണ്ടായിരുന്നു? ആത്മീക വർധനം ഉണ്ടാകുന്നു. പൗലോസ് ഈ സഭയെക്കുറിച്ച് പ്രാർത്ഥിക്കുക. ഫിലിപ്പി സഭയെക്കുറിച്ച് എന്ത് വേണം? ഞങ്ങളുടെ ഒരു ആത്മീക വർധനം ഉണ്ടാകണം. അവർ ക്രിസ്തുവിൽ ജനിച്ചു, സഭ സ്ഥാപിക്കപ്പെട്ടു. ഈ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, നമ്മളിൽ ഒരു സ്പിരിച്വൽ ഗ്രോത്ത്. എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നവരെല്ലാം ദൈവസ്ഥലം ഒന്ന് എഴുന്നേറ്റ് നാട്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച ഈ സെക്ഷൻ അവസാനിപ്പിക്കാൻ പോകുക. അതിന് പാട്ടിന്റെ 1-2 സ്റ്റാൻസ മാത്രം പാടിയിട്ട് ഇന്ന് പകൽക്കാലം അതൊരു സമർപ്പണത്തിലൂടെ പോകാൻ നമ്മളെ ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ സ്പിരിച്വൽ ഗ്രോത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രാർത്ഥിച്ചാട്ട്. നമ്മുടെ സ്നേഹം മേൽ വർദ്ധിക്കണം, വിശ്വാസം വർദ്ധിക്കണം, മറ്റുള്ളവരുമായി സ്നേഹം വർദ്ധിക്കണം. ഹല്ലേലൂയ. സഹോദര പ്രീതി നിലനിൽക്കണം. ഹല്ലേലൂയ. നമ്മ കൂട്ടായ്മയുടെ ബന്ധത്തിൽ നമ്മൾ വരണം. ഹല്ലേലൂയ. എന്നെങ്കിൽ മാത്രമേ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുവാൻ നമ്മളെ ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ജനിച്ചപാട് നിൽക്കുന്ന ഒരു കുഞ്ഞിനെ സമയത്തോളം മാതാപിതാക്കന്മാർക്ക് എപ്പോഴും വേദനയാ. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിൽ ജനിച്ചവൾ ക്രിസ്തുവിൽ വളരണം. ഇന്ന് പകൽക്കാലം നമ്മളെ അതിനായിട്ടൊന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കേട്ട വചനത്തിനായി സ്തോത്രം ചെയ്താട്ട്. യേശു
ക്രിസ്തു എത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു എത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിലാവിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നെ യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലെ നിത്യവാസമെന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിനായി. മണ്ണിലെ നിത്യവാസമെന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിനായി. ഇനി വിണ്ണില്ല വീട്ടിലെ ചെന്നൂനന നാളിൽ ഞാൻ പാത്തിരുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്റെ യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. Glory to God. Hallelujah. ആമേൻ. സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അപ്പാ പ്രാർത്ഥിച്ച് ആരംഭിച്ച സൺഡേ സ്കൂൾ മുതൽ ഹല്ലേലൂയ കർത്താവേ സ്തോത്ര ഹല്ലേലൂയ. അവസാനമായി ദൈവവചനത്തിലൂടെ സംസാരിച്ച സമയം വരെയും ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ഇടയാക്കിയതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. നല്ല സങ്കീർത്തനം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. നല്ല ഇടയൻ, നല്ല ശ്രേഷ്ഠ ഇടയൻ ഹല്ലേലൂയ ഞങ്ങളോട് കൂടെ ഇരുന്ന ഹല്ലേലൂയ ഞങ്ങളെ ഹല്ലേലൂയ സ്തോത്രം കൂരിരുൾ താഴ്വരയിൽ ഹല്ലേലൂയ ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന നല്ല ഇടയൻ ഹല്ലേലൂയ ശ്രേഷ്ഠ ഇടയനെ രുചിച്ചറിയുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് ഇന്ന് പകലിൽ ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ആമേൻ. നന്ദിയോടെ സ്തോത്രം കർത്താവേ. നല്ല സാക്ഷ്യങ്ങളെ അവിടുന്ന് ഹല്ലേലൂയ ഇന്ന് പകലിൽ അവിടുന്ന് കേൾപ്പിച്ചതിനായി സ്തോത്രം കർത്താവേ. അപ്പൊ ആ പ്രാർത്ഥന അപേക്ഷിച്ചവരുണ്ട് കർത്താവേ. സ്വർഗ്ഗം അവരെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് സാക്ഷ്യം പറയുവാൻ, വാക്യങ്ങൾ പറയുവാൻ അവരെ സഹായിച്ചല്ലോ കർത്താവേ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നാളെ മുതൽ ഹല്ലേലൂയ പുതിയതായി സ്കൂളിൽ കടന്നു പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. മറ്റു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്ക് ആവശ്യമായിരിക്കുന്ന ദൈവത്തിന്റെ കരുണ, കൃപ വരുന്നൊരാഴ്ചക്കാലം കുഞ്ഞുങ്ങളുടെ മേൽ അവിടുന്ന് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ ഏൽപ്പിക്കുന്നു കർത്താവേ. അവർ വാഹനം ഓടിക്കുമ്പോൾ, ജോലി കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൃപയിൽ മറയ്ക്കണം കർത്താവേ. ദൈവനാമത്തിന് മഹത്വമാക്കി ഞങ്ങളെ ഓരോ ദിവസവും ദൈവത്തോട് നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പൊ അവസാനമായി ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം കർത്താവെ. സുവിശേഷത്തിന്റെ വക്താക്കളായി ജീവിപ്പാൻ, ഹല്ലേലൂയ കൂട്ടായ്മ ആചരിപ്പാൻ ഞങ്ങളെ അവിടുന്ന് വിളിച്ചു വേർതിരിച്ച ദൈവ സ്നേഹത്തിനായി സ്തോത്രം കർത്താവേ.
അപ്പാ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ കർത്താവെ, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ തക്കോണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമേ കർത്താവെ. വരുന്ന ആഴ്ചയിൽ അനേകരോട് സുവിശേഷം പറയുവാൻ, അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടിയെടുപ്പാൻ ഞങ്ങളെ അവിടെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാടുവാൻ കർത്താവെ കോയറിനെ ബലപ്പെടുത്തിയല്ലോ, കർത്താവോട് സഹായിച്ചല്ലോ, ബലപ്പെടുത്തിയതിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം കർത്താവെ. എടുത്ത ഓഫറിങ്ങിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മറച്ചാട് കർത്താവെ, കർത്താവ് അവിടുന്ന് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഞങ്ങൾ മടങ്ങിപ്പോകുന്ന കർത്താവിൻ്റെ തിരുസ്ഥാനത്തിൽ ഞങ്ങളെ മറയ്ക്കണം. ഹാലയിൽ വീണ്ടും ഞങ്ങൾ തമ്മിൽ കാണും വരെയും സംസാരിക്കും വരെയും അവിടുത്തെ തങ്കച്ചിറകടി ഞങ്ങളെ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. സഭയായി പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളോടും ഭൂലോകമുള്ള സകല വിശുദ്ധന്മാരോടും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ഗോഡ് ബ്ലസ്.